ഹലോ ഗൈസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഫാമിലി ലോയിലെ ഡിവോഴ്സിന് ഗ്രൗണ്ടായ ഡിസേർഷനും കൺവേർഷനെയും പറ്റിയാണ് പറയാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു അഡൾട്ടറിയും ക്രൂവൽറ്റിയും. ഇനി അതിൻ്റെ ബാലൻസ് പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡിസേർഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 13 ക്ലോസ് 1 ക്ലോസ് IB ആണ്. ഇതിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹിന്ദു മാരേജ് ആക്റ്റിലെ ഡിവോഴ്സിൻ്റെ ഗ്രൗണ്ടാണെന്ന് പറയുന്നു. ഡിസേർഷൻ എന്നാൽ ഒരു സ്പൗസ് വാലിഡ് റീസൺ ഇല്ലാതെ മാരേജ് ലൈഫ് പെർമനൻ്റ്ലി ആയിട്ട് അവസാനിപ്പിക്കാനുള്ള ഇൻറ്റൻഷനോടെ മറ്റ് സ്പൗസിനെ വിട്ടു പോകുന്നതാണ് ഡിസേർഷൻ എന്ന് പറയുന്നത്. ഇത് അമെൻമെൻറ്റിന് മുൻപ് ഡിസേർഷൻ ജുഡീഷ്യൽ സെപ്പറേഷനുള്ള ഗ്രൗണ്ട് മാത്രമായിരുന്നു. അമെൻമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ജുഡീഷ്യൽ സെപ്പറേഷനും ഡിവോഴ്സിനും ഗ്രൗണ്ട്സായി അമെൻമെൻറ്റിന് ശേഷം. ഇങ്ങനെ ലീഗൽ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ പറയുന്നത് മറ്റേ സ്പൗസ് പെറ്റീഷണറിനെ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതിന് മുൻപ് കുറഞ്ഞത് 2 വർഷമെങ്കിലും തുടർച്ചയായിട്ട് ഡെസേർട്ട് ചെയ്തിരിക്കണം. അതുകൊണ്ട് 2 ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, ഒരു സ്പൗസ് മറ്റേ സ്പൗസിനെ വിട്ടുപോകണം. രണ്ടാമത്തത്, ആ ഡിസേർഷൻ തുടർച്ചയായിട്ട് മിനിമം 2 ഇയേഴ്സിൽ ഉണ്ടാകണം. ഇതാണ് 2 കണ്ടീഷൻസ്. ഇനി എസെൻഷ്യൽസ് ഓഫ് ഡിസേർഷൻ, ഇത് സുപ്രീം കോർട്ട് പറഞ്ഞാണ്. ഡിസേർഷൻ പ്രൂവ് ചെയ്യുന്നത് 2 എസെൻഷ്യൽ എലമെൻറ്റ്സ് ഉണ്ട്. ഫാക്ടം ഓഫ് സെപ്പറേഷൻ, പിന്നെ ആനിമസ് ഡിസെൻട്രി. അതായത് ഫാക്ടം ഓഫ് സെപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡും വൈഫും ആക്ച്വലായി സെപ്പറേറ്റായി ജീവിക്കണം. അതാണ് ഫാക്ടം ഓഫ് സെപ്പറേഷൻ, ഇത് ആദ്യത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ ആനിമസ് ഡിസെൻട്രി. അതായത് വിട്ടുപോയ സ്പൗസിനെ പെർമനൻ്റ്ലി അബണ്ടൻ ചെയ്യാനുള്ള ഇൻറ്റൻഷൻ ഉണ്ടാകണം. ഈ 2 തുടർച്ചയായിട്ട് 2 ഇയേഴ്സ് ഉണ്ടാകണമെന്നാണ് ഇതിൽ പറയുന്നത്. ഇനിയാണ് കേസ് ലോസ്. ഞാൻ കേസ് ലോസ് ഇവിടെ കേസുകളുടെ പേര് മാത്രമാണ് എഴുതിയേക്കുന്നത്. ഞാൻ ലെങ്തി ആവാണ്ടിരിക്കാൻ വേണ്ടിയാണ് കേസ് ലോസിൻ്റെ പേര് മാത്രം നോട്ട് ചെയ്തേക്കുന്നത്. എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ബിപിൻ ചന്ദ്ര വേഴ്സസ് പ്രഭാവതി. അതിൻ്റെ കേസാണ് പറയുന്നത്. പ്രഭാവതി ബോംബെയിലും ഹസ്ബൻഡ് ബിബിൻ ഫാമിലി ആയിട്ട് കൂടെ ജീവിച്ചു. അപ്പോൾ 1945 അവർക്ക് ഒരു മകനുണ്ടായി. ബിബിൻ ഇംഗ്ലണ്ടിൽ ആയിരുന്നപ്പോൾ പ്രഭാവതിക്ക് ഫാമിലി ഫ്രണ്ടുമായിട്ട് ഇലിസിറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് അലിഗേഷൻസ് വന്നു. അപ്പോൾ ബിബിൻ തിരിച്ച് വന്ന് ചോദിച്ചപ്പോൾ പ്രഭാവതി പറഞ്ഞു. പ്രഭാവതി പാരൻറ്റിൻ്റെ വീട്ടിലോട്ട് പോയി എന്നാണ് പറയുന്നത്. റിലേറ്റീവ്സൊക്കെ കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. 1951 ബിബിൻ ഡിസേർഷൻ ഗ്രൗണ്ടിൽ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തു. അപ്പോൾ സുപ്രീം കോർട്ട് പറഞ്ഞു ഡിസേർഷൻ പ്രൂവ് ആയിട്ടില്ല. കാരണം ഒരു സ്റ്റേജിൽ ബിപിൻ തന്നെ ടെലിഗ്രാം അയച്ചു പ്രഭാവതിനെ തിരിച്ച് അയക്കണ്ടെന്ന്. അപ്പോൾ ഇത് ഹസ്ബൻഡ് തന്നെ അവൾ തിരിച്ച് വരാൻ ആഗ്രഹിച്ചില്ല എന്ന് കാണിച്ചു. അതുകൊണ്ട് കണ്ടിന്യൂസ് 2 ഇയേഴ്സ് ഡിസേർഷൻ ബ്രേക്കായി. അപ്പോൾ ഡിസേർഷൻ പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതാണ് ആ കേസ്. രണ്ടാമത്തെ കേസാണ് ഗരീന്ദർ സിംഗ് വേഴ്സസ് ഭൂപേന്ദർ കൗർ. ഈ കേസിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫാക്റ്റാണ്, ഭാര്യ ദൂരത്തുള്ള സ്ഥലത്ത് ജോബ് ചെയ്യാണ്. ഹസ്ബൻഡ് ജോബ് റിസൈൻ ചെയ്ത് തൻ്റെ കൂടെ താമസിക്കാൻ പറഞ്ഞു. ഹസ്ബൻഡിന് ഇൻകം ഇല്ലായിരുന്നു. അപ്പോൾ ഭാര്യ സമ്മർ വെക്കേഷനിൽ ഹസ്ബൻഡിൻ്റെ കൂടെ താമസിക്കാമെന്ന് റെഡി ആയിരുന്നു. പക്ഷേ ഹസ്ബൻഡ് കോപ്പറേറ്റ് ചെയ്തില്ല. അപ്പോൾ കോർട്ട് പറഞ്ഞു ഇത് ഡിസേർഷൻ അല്ല. റീസൺ എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് ഹസ്ബൻഡിനെ പെർമനൻ്റ്ലി അബണ്ടൻ ചെയ്യാൻ ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നില്ല. അവൾ ഒരുമിച്ച് ജീവിക്കാൻ റെഡി ആയിരുന്നു. അതുകൊണ്ട് ഹസ്ബൻഡിന് ഡിസേർഷൻ ഗ്രൗണ്ടിൽ ഡിവോഴ്സ് കിട്ടിയിട്ടില്ല. ഇനി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണ്. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ 13 ക്ലോസ് 1 ക്ലോസ് IB ആണ് ഡിസേർഷൻ. പിന്നെ ഇത് അമെൻമെൻറ്റ് വരുന്നതിന് മുന്നേ ഇതിൽ ജുഡീഷ്യൽ സെപ്പറേഷൻ മാത്രമായിരുന്നു ഇതിൻ്റെ ഗ്രൗണ്ട്. ആഫ്റ്റർ അമെൻമെൻറ്റിന് ശേഷം ഗ്രൗണ്ട് ഡിവോഴ്സും ജുഡീഷ്യൽ സെപ്പറേഷനുമായിട്ട് മാറി. പിന്നെ ഡിസേർഷൻ റിക്വയർ ചെയ്യുന്ന ഫാക്ടം ഓഫ് സെപ്പറേഷൻ, അതായത് ആക്ച്വൽ സെപ്പറേഷൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ആനിമസ് ഡിസെൻട്രി, പെർമനൻ്റ്ലി അബണ്ടൻ ചെയ്യാൻ ഇൻറ്റൻഷൻ ഉണ്ടാവുക. ഈ 2 തുടർച്ചയായിട്ടുള്ള മിനിമം 2 ഇയേഴ്സ് ഉണ്ടാകണമെന്നാണ് ഇതിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത്രയാണ് ഡിസേർഷൻ. അടുത്താണ് കൺവേർഷൻ ടു അനദർ റിലീജിയൻ. സെക്ഷൻ 13 ക്ലോസ് 1 ക്ലോസ് 2 റോമൻ ലെറ്റർ 2 ആണ്. ഇത് ഹിന്ദു മാരേജ് ആക്റ്റ് ആണ്. അതിലെ ഡിവോഴ്സിൻ്റെ ഗ്രൗണ്ടാണ്. 4ാമത്തെ ഗ്രൗണ്ടാണ്. അപ്പോൾ ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
കൺവേർഷൻ ടു അനദർ റിലീജിയൻ ഹിന്ദു മാരേജ് ആക്ടിലെ സെക്ഷൻ 13 ക്ലോസ് 1 ക്ലോസ് 2 പ്രകാരം ഡിവോഴ്സിനുള്ള ഒരു ഗ്രൗണ്ടാണ്. ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം മാരേജ് നടക്കുന്നത് രണ്ടുപേരും ഹിന്ദുസ് ആയതുകൊണ്ടാണ്. അതുകൊണ്ട് ഒരു സ്പൗസ് ഹിന്ദു മതം വിട്ട് ഒഫീഷ്യലായിട്ട് വേറൊരു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്ത മറ്റേ സ്പൗസിന് ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാം. അടുത്താണ് കണ്ടീഷൻസ് ടു ക്ലെയിം ഡിവോഴ്സ്. എന്തൊക്കെ കണ്ടീഷൻസാണ് ഡിവോഴ്സ് കിട്ടാനായിട്ട്? ഈ ഗ്രൗണ്ടിൽ ഡിവോഴ്സ് കിട്ടാൻ 2 കണ്ടീഷൻസ് പ്രൂവ് ചെയ്യണം. മറ്റേ സ്പൗസ് ഹിന്ദു അല്ലാതായിരിക്കണം. മറ്റേ സ്പൗസ് വേറൊരു മതത്തിലേക്ക് ഒഫീഷ്യലി കൺവേർട്ട് ചെയ്തിരിക്കണം. ഉദാഹരണം ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി, ജൂതിസം, പിന്നെ സെറോസ്ട്രനിസം, ഇത് പാർസിയിലെ ഒരു മതമാണ്. പിന്നെ ഈ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഞാൻ ഇനി ഹിന്ദു മതം ഫോളോ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് മാത്രം മതിയാവില്ല. അയാൾ ഒഫീഷ്യലി ആയിട്ട് വേറൊരു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കണം. ഹിന്ദു മതം വിട്ട് വേറെ മതത്തിലേക്ക് മാറുന്നതിൻ്റെ അപ്പോസ്റ്റസി എന്ന് പറയും. പിന്നെ ഇതിൻ്റെ എക്സാമ്പിളാണ് രാഹുലും പ്രിയയും ഹിന്ദുസാണ്. അപ്പോൾ പിന്നെ രാഹുൽ ഒഫീഷ്യലായി ക്രിസ്ത്യനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇപ്പോൾ രാഹുൽ ഹിന്ദു അല്ലാതെയായി മാറി വേറെ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തു. അതുകൊണ്ട് പ്രിയയ്ക്ക് സെക്ഷൻ 13 ക്ലോസ് 1 ക്ലോസ് 2 പ്രകാരം ഡിവോഴ്സ് പെറ്റീഷൻ ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഇത് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ സെക്ഷൻ 13 ക്ലോസ് 1 ക്ലോസ് റോമൻ ലെറ്റർ 2 ആണ്. ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ മതത്തിലേക്ക് കൺവേർഷൻ ഡിവോഴ്സിനുള്ള ഗ്രൗണ്ടാണ്. 2 കണ്ടീഷൻസ് പ്രൂവ് ചെയ്യണം. സ്പൗസ് ഹിന്ദു അല്ലാതാകണം. വേറെ മതത്തിലേക്ക് ഒഫീഷ്യലായിട്ട് കൺവേർട്ട് ചെയ്യണം. ഹിന്ദു മതത്തിൽ വിശ്വാസം ഇല്ല എന്ന് പറയുന്നത് മാത്രം പോരാ, ആക്ച്വൽ ഒഫീഷ്യൽ കൺവേർഷൻ വേണം. ഈ കൺവേർഷൻ അപ്പോസ്റ്റോസി എന്ന് വിളിക്കും. ഇതാണ് 4ാമത്തെ ഗ്രൗണ്ട്. ഇനിയാണ് അടുത്ത ഗ്രൗണ്ട്. ഒരു ഗ്രൗണ്ടും കൂടിയുണ്ട്, അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ്. അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് നമുക്ക് അറിയാം. നമുക്ക് സൈക്കാട്രിക് പ്രോബ്ലം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനാണ് അൺസൗണ്ട്നെസ് മൈൻഡ്, മെൻ്റൽ ഇൽനെസ്, ഇതൊക്കെയാണ് അൺസൗണ്ട് മൈൻഡ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ പറയുന്നത് അൺസൗണ്ട് ഓഫ് മൈൻഡ് ഹിന്ദു മാരേജ് ആക്ടിലെ സെക്ഷൻ 13 ക്ലോസ് 1 ക്ലോസ് 3 ആണ്, റോമൻ ലെറ്റർ 3 ആണ് പ്രകാരം ഡിവോഴ്സിനുള്ളൊരു ഗ്രൗണ്ടാണ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മറ്റേ സ്പൗസ് സീരിയസ് മെൻ്റൽ ഇൽനെസ് അല്ലെങ്കിൽ മെൻ്റൽ ഡിസോർഡർ കൊണ്ട് സഫർ ചെയ്യുന്നതാണ്. ആ ഇൽനെസ്സിൻ്റെ സെർവറ്റി കാരണം പെറ്റീഷണറിന് റെസ്പോണ്ടൻറ്റിൻ്റെ കൂടെ ജീവിക്കുന്നത് റീസണബിളായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റരുത്. കാരണം മെൻ്റൽ പ്രോബ്ലം ഒരാളുടെ എങ്ങനെ ജീവിക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ജീവിക്കാൻ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണോ എന്ന് നമ്മൾ ആദ്യം നോക്കണം. പിന്നെ മെൻ്റൽ ഇൽനെസ് ഉണ്ടെന്ന് മാത്രം ഡിവോഴ്സ് കിട്ടില്ല, ഇൽനെസ് വളരെ സീരിയസ് ആയിരിക്കണം എന്ന് ഒരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ബിഫോർ 1976 അമെൻമെൻറ്റ്, അതായത് ബിഫോർ 1976 അമെൻമെൻറ്റിന് മുൻപേ ഡിവോഴ്സ് കിട്ടാൻ സ്പൗസ് തുടർച്ചയായിട്ട് 3 ഇയേഴ്സ് അൺസൗണ്ട് മൈൻഡ് ആയിരിക്കണമെന്നായിരുന്നു. ആ മെൻ്റൽ ഇൽനെസ് ഇൻക്യൂറബിൾ, അതായത് നമുക്ക് സുഖപ്പെടുത്താൻ പറ്റാത്ത ആയിരിക്കണം. പിന്നെ 2 ഇയേഴ്സ് ഇൻസെനിറ്റി ഉണ്ടായ ജുഡീഷ്യൽ സെപ്പറേഷൻ സെക്ഷൻ 10 മാത്രം കിട്ടും, ഡിവോഴ്സ് കിട്ടില്ല എന്ന് പറഞ്ഞു. ഇനി ആഫ്റ്റർ 1976 അമെൻമെൻറ്റിന് ശേഷം ജുഡീഷ്യൽ സെപ്പറേഷൻ ഡിവോഴ്സ് സംബന്ധിച്ച് ലോ യൂണിഫൈഡ് ആയി. 3 ഇയേഴ്സ് എന്ന ഫിക്സഡ് ടൈം ലിമിറ്റ് റിമൂവ് ചെയ്തിട്ട് ഇപ്പോൾ സെക്ഷൻ 13 ക്ലോസ് 1 ക്ലോസ് റോമൻ ലെറ്റർ 3 പ്രകാരം ഡിവോഴ്സ് കിട്ടാനായിട്ട് മറ്റേ സ്പൗസ് ഇൻക്യൂറബിളി ഓഫ് അൺസൗണ്ട് മൈൻഡ് ആയിരിക്കണം, അല്ലെങ്കിൽ മറ്റേ സ്പൗസ് കണ്ടിന്യൂസ് ആയിട്ട് സീരിയസ് മെൻ്റൽ ഡിസോർഡർ കൊണ്ട് സഫർ ചെയ്യണം. അതിൻ്റെ സെർവനിറ്റി കാരണം പെറ്റീഷണറിന് റെസ്പോണ്ടൻറ്റിൻ്റെ കൂടെ ജീവിക്കുന്നത് റീസണബിളായുള്ള പ്രതീക്ഷിക്കാൻ പറ്റരുതെന്ന് കോർട്ട് പറഞ്ഞു. ഇതിൻ്റെ സിമ്പിൾ ടേമാണ് അൺസൗണ്ട് മൈൻഡ് എന്ന് പറഞ്ഞാൽ സീരിയസ് മെൻ്റൽ ഇൽനെസ് എഫക്റ്റിങ് ചെയ്യുന്ന നോർമൽ തിങ്കിങ് ആയിട്ടുള്ള ഇതാണ്. അതായത് സീരിയസ് മെൻ്റൽ ഇൽനെസ് നോർമൽ തിങ്കിങ്ങും ബിഹേവിയറുമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന അവസ്ഥയാണ് അൺസൗണ്ട് മൈൻഡ്. ഇൻക്യൂറബിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖപ്പെടുത്താൻ കഴിയാത്തത്. പിന്നെ മെൻ്റൽ ഡിസോർഡർ എന്ന് നമുക്കറിയാം, മെൻ്റൽ ഇൽനെസ് അല്ലെങ്കിൽ സൈക്യാട്രിക് കണ്ടീഷൻ. ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർട്ട് മെൻ്റൽ ഇൽനെസ് ഉണ്ടെന്ന് മാത്രം ഡിവോഴ്സ് നൽകില്ല. മെൻ്റൽ ഇൽനെസ് നമുക്ക് സുഖപ്പെടുത്താൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക്
ഡിവോഴ്സ് കിട്ടില്ല. മെൻ്റൽ ഇൽനെസ് വളരെ സീരിയസ് ആയിരിക്കണം. അതിൻ്റെ സെർവനിറ്റി കാരണം പെറ്റീഷണർ റെസ്പോണ്ടിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റരുത്, റീസണബിളായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റരുത് ആ സിറ്റുവേഷൻ ആയിരിക്കണം എന്നാണ് എവിടെ സൗണ്ട് ഓഫ് മൈൻഡിൽ കോർട്ട് പറയണത്. ഇനി കൺക്ലൂഡ് ചെയ്ത് പറയുകയാണ് സെക്ഷൻ 13 ക്ലോസ് 1 ക്ലോസ് റോമൻ ലെറ്റർ 3 പറയുന്നത് ബിഫോർ 1976 മുൻപ് 3 years കണ്ടിന്യൂസ് അൺസൗണ്ട് മൈൻഡ് വേണം, ഇൽനെസ് ഇൻക്യൂറബിൾ ആയിരിക്കണം, 2 years ഇൻസെനിറ്റി, ജുഡീഷ്യൽ സെപ്പറേഷൻ മാത്രമായിരുന്നു. 1976 ശേഷം അമെൻമെൻറ്റ് വന്നതിന് ശേഷം ജുഡീഷ്യൽ സെപ്പറേഷനും ഡിവോഴ്സും സെയിം ലോ ആയി. 3 years റിക്വയർമെൻറ്റ് റിമൂവ് ചെയ്തു. ഡിവോഴ്സ് കിട്ടാൻ ഇൻക്യൂറബിളി ഓഫ് അൺസൗണ്ട് മൈൻഡ് അല്ലെങ്കിൽ സീരിയസ് മെൻ്റൽ ഡിസോർഡർ കാരണം പെറ്റീഷറിന് റെസ്പോണ്ടിൻ്റെ കൂടെ ജീവിക്കുന്നത് റീസണബിൾ അല്ല എന്ന് കോർട്ടിന് മനസ്സിലാവണം. എന്നാലാണ് കോർട്ട് സാറ്റിസ്ഫൈഡ് ആയാലാണ് നമുക്ക് ഡിവോഴ്സ് കിട്ടുള്ളൂ. അപ്പം ഇത് 3 ഗ്രൗണ്ട്സാണ് ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ഗ്രൗണ്ട്സൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. താങ്ക് യു.